പിന്നെ മാരാരെക്കാളും റോബിൻ തന്നെയായിരുന്നു ബിഗ് ബോസിലെ ഹീറോ. പക്ഷേ വെളി വന്നിട്ട് മാരാരത് ഗെയിൻ ചെയ്തു. മാരാരുടെ ഒരു മാനിഫെസ്റ്റേഷൻ മാരാരെ ടാർഗറ്റ് ചെയ്തിട്ട് മാരാർക്ക് ഇപ്പം മാരാര് കാണുന്ന ഈ തെരഞ്ഞെടുപ്പല്ല, മാരാര് കാണുന്ന 2031 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 2020 കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യ മുന്നണി UDF എങ്ങനെയും വരാൻ പറ്റുമോ, അങ്ങനെ അവിടുന്ന് മത്സരിച്ച് MP MLA ആകുന്ന അല്ലെങ്കിൽ MLA മന്ത്രിയോ ആകുന്ന അഖിൽമാരാരെ കാണുന്നത്. അല്ലാതെ ഈ വട്ടം NDA പോയിട്ട് 2020 പോയിട്ട് മത്സരിച്ച് ജയിക്കുന്നൊന്നുമല്ല അഖിൽമാരാരുടെ ലക്ഷ്യം. പാർട്ടി മാറിക്കളിക്കാന്നല്ല, ഈ മുന്നണി ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മുന്നണിയിലേക്ക് വരും. അത് UDF ആയാലും LDF ആയാലും അവിടുത്തെ അണികൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ അറിയാം. അപ്പം അതാണ് UDF വരാൻ നോക്കുന്നു, UDF സീറ്റ് കിട്ടാതെ വരുന്നു. അപ്പം എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാന്നുള്ള രീതിയിലേക്ക് BJP പോകുന്നു, NDA പോകുന്നു. അത് BJP തിരഞ്ഞെടുക്കുന്നില്ല, ഒരു പാർട്ടി തിരഞ്ഞെടുക്കുന്നു. അവിടെ ഒരു സുപ്രീം ലീഡർ മാത്രമുള്ള ഒരു പാർട്ടി തിരഞ്ഞെടുത്തിട്ട് ആ പാർട്ടിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരിക, തിരിച്ച് UDF വല്ലതും വന്നിട്ട് MP MLA ആവുക അല്ലെങ്കിൽ MLA മന്ത്രി ആകുക എന്നുള്ള ലക്ഷ്യം. അല്ലാതെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിനൊന്നും ഇതൊക്കെ അന്നത്തിന്റെ രാഷ്ട്രീയമാണെന്നേ, ലൈം ലൈറ്റ് നിൽക്കാനുള്ള കളി അല്ലാതെ വേറെ ഒന്നും. ബിഗ് ബോസിനെ പറ്റി പറയുമ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിന് പകരം ലുലുമാളിൽ പോയിട്ട് തുണി മുക്കി കാണിച്ച് നടക്കാൻ ചോദിച്ച ആളാണ്. അതാണ് ഗെയിം. ആ ഡയലോഗ് വിടുമ്പോൾ ബിഗ് ബോസിലോട്ട് വിളിക്കാൻ വേണ്ടി വിട്ട ഡയലോഗാണ് അത്. പിന്നെ അവിടെ ഈ മാങ്ങാ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന അഖിൽമാരാർ ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഗെയിം അറിയാം. അയാൾ ബിഗ് ബോസ് ഗെയിമർ അല്ല, ലൈഫ് ഗെയിമറാണ് അഖിൽമാരാർ. യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡല സെക്രട്ടറി കണ്ടായിരുന്നു. അവിടുന്ന് ബ്ലോക്ക് സീറ്റ് ചോദിച്ച് തോക്കുന്നു. പിന്നെ പുള്ളിക്ക് ഇങ്ങനെ ഫെയിം കിട്ടാനായിട്ട് സിനിമയിലോട്ട് പോകുന്നു. രാഷ്ട്രീയം കഴിഞ്ഞാൽ സിനിമയിലാണ് ഫെയിം കിട്ടുന്നത്. അങ്ങനെ സിനിമയിലോട്ട് പോകുന്നു. സിനിമയിൽ നിന്ന് പിന്നെ എന്നാ ചെയ്യുന്നത്? സിനിമയിൽ നേരെ വന്നിട്ട് രാഷ്ട്രീയത്തിലോട്ടോ. ഒരു സിനിമ പേരിന് വേണ്ടി സിനിമ, ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അതൊരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമയാണ്. ആ സിനിമ അങ്ങനെ എടുത്ത അഖിൽമാരാർ ഡയറക്ടർ എന്നുള്ള ടാഗിന് വേണ്ടി മാത്രം എടുത്തേ. ആ ഡയറക്ടർ എന്നുള്ള ടാഗ് വെച്ചിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ പുള്ളി എന്ത് ചെയ്തു? പുള്ളി സിനിമകൾ ചാനൽ ചർച്ചയിൽ പോകാൻ തുടങ്ങി. ചാനൽ ചർച്ചയിൽ പോയിട്ട് എന്താ ചെയ്തേ? കേരളത്തിലെ മുഴുവൻ വൃത്തികെട്ട സിനിമാ കേസുകളും പിടിച്ചു. എന്തിന്? സിനിമാ ഫീൽഡിലെ സകലരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ. പിന്നെ ആ ഡയറക്ടർ എന്നുള്ള നിലയിൽ നാക്കൊണ്ടുവരുന്ന ആളുകൾക്ക് മനസ്സിലായപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ നിരീക്ഷകനായി അവിടെ പോയിട്ട് സ്റ്റാൻഡ് എടുക്കുന്നു. കോൺട്രവേഴ്സി സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു. അങ്ങനെ കോൺട്രവേഴ്സി സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബിഗ് ബോസിന് മുമ്പേ ഈ പുള്ളി വന്നിട്ട് എന്ത് പറഞ്ഞു? എന്നെ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും നല്ലത് ലുലുമാളിൽ പോയി തുണി പോക്കി കാണിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് വിളിക്കുന്നു, അവിടെ പോകുന്നു. അവിടെ പോയി പുള്ളി ഈ ഗെയിം അറിയാതെയാണോ അഖിൽമാരാർ അവിടെ പോയി ഗെയിം കളിച്ചത്?